നിവിൻ പോളിക്കെതിരായ പരാതി, അതിൽ സംശയങ്ങളുണ്ട്. ആ സംശയമുണ്ട് എന്നുള്ളത് കൊണ്ട് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത എല്ലാം വ്യാജമാണ്, പുറത്തു വരുന്ന മൊഴികളൊക്കെയും വ്യാജമാണ് എന്ന് പറയാമോ രാഹുൽ? ഒരിക്കലും പറയാൻ പാടില്ല. അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം, അവധാനത, സ്ലോ ആൻഡ് സ്റ്റഡി. നമുക്ക് കോടതി വിധിക്കായി കാത്തിരിക്കാം. ഇപ്പം ജാമ്യം കിട്ടിയ കേസുകൾ, ശ്രീ മുകേഷ് 25,000 രൂപ മുകേഷിനോട് ചോദിച്ചു, 1 ലക്ഷം രൂപ മുകേഷിനോട് ചോദിച്ചു, ചുംബനങ്ങളുടെ സ്മൈലി അയച്ചു. ഇതൊക്കെ റേപ്പ് ചെയ്ത ഒരാളെ ഏതെങ്കിലും സ്ത്രീ അയക്കൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ഇത് ഹാഷ്മിക്കെതിരെ വരില്ലേ? നാളെ എനിക്കെതിരെ വരില്ലേ? നാളെ ആർക്കെതിരെ വരില്ലേ? അതുകൊണ്ട് വ്യാജ പരാതികൾ ഫിൽറ്റർ ചെയ്യാൻ ഒരു മെക്കാനിസം വേണം. ഇത്രേ പറയും. മെക്കാനിസം ഉണ്ട് സാർ. ഇവിടുത്തെ നിയമം പുരുഷനെ പരിഗണിക്കുന്നില്ല. ഇവിടുത്തെ നിയമം ഏകപക്ഷീയമാണ് സാർ. ഇവിടെ നിയമം കൊള്ളൂല, കോടതി കൊള്ളൂല എന്ന് രാഹുൽ പറഞ്ഞാലോ? തിരിച്ചാണ്. കോടതികളിൽ വിശ്വാസമാണ്. ദിലീപിന്റെ കേസിൽ കോടതികളുടെ മഹത്വമാണ് നമ്മൾ കണ്ടത്. ഹാഷ്മി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമ പീരങ്കി വെടിവെച്ചിട്ടും കോടതി പതറിയില്ല. രാഹുൽ ബഹളം വെച്ച് അലമുണ്ടാക്കല്ലേ? ഈ കേസിൽ 8ാം പ്രതിയാ. അതിന് ജാമ്യം കളയണമെന്ന് പറഞ്ഞ് എത്ര മാസം പോയി? മുമ്പ് ദിലീപിനെ നടത്തി തിരിച്ചു വരും. രഞ്ജിത്ത് വരും, നിവിൻ പോളി വരും, വരും, മാമുക്കോയുടെ ആത്മാവ് നമ്മളിലേക്ക് തിരിച്ചു വരും. വ്യാജ പരാതിക്കാരെല്ലാം ജയിലിൽ പോവുകയും വേണം. വന്നിട്ട് പറയുന്നേ രാഹുൽ, നമ്മൾ പറയുന്നത് എന്താണ്? ദിലീപ് ഈ കേസിൽ 8ാം പ്രതിയാണ്. ആണോ? ഇപ്പൊ വാഴ്ത്തിപ്പാടാവോ? ആര് പറഞ്ഞു? ഇപ്പൊ നിരപരാധിയാണെന്നുള്ള എന്റെ വാദമല്ലേ പറയുന്നത്? ഹാഷ്മിക്ക് ഇപ്പൊ അപരാധിയാണെന്ന് തെറ്റില്ല. പക്ഷേ നാളെ നിരപരാധി ആണെങ്കിൽ ക്ഷമ പറയൂ. ദിലീപ് അപരാധിയാണോ? എനിക്കില്ലല്ലോ. ഇല്ലല്ലോ, എനിക്കില്ല. വളരെ സന്തോഷം, വളരെ സന്തോഷം. 8ാം പ്രതിയാണോ? ആണല്ലോ. അല്ലെന്ന് നിരപരാധിയാണെന്നോ ഇത്ര ഊറ്റത്തോടെ വാദിക്കാം? കാരണം പോലീസിന്റെ കയ്യിൽ കടുകുമണിയുടെ പോലും തെളിവില്ല. 8ാം പ്രതി പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. കോടതി അറിയണം, വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്റെ താല്പര്യം സത്യത്തോടൊപ്പം നിൽക്കാനുള്ള താല്പര്യമാണ്. സത്യമേവ ചെയ്തേ. വേട്ടക്കാർക്കൊപ്പം നിൽക്കാനുള്ള സത്യത്തോടൊപ്പം നിൽക്കണം. ഇങ്ങനെ വേട്ടയാടിയതാണ് നമ്പി നാരായണൻ. അതുകൊണ്ട് ഇന്ത്യക്കാണ് നഷ്ടം. ഇങ്ങനെ വേട്ടയാടിയതാണ് ശശി തരൂരിനെ. ഇങ്ങനെ വേട്ടയാടിയതാണ് ഉമ്മൻചാണ്ടി സാറിനെ. നമ്മുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ പോലും ഇങ്ങനെ കളിക്കല്ലേ രാഹുലെ? വിഷയത്തിലേക്ക് വാ. എന്ന് പറഞ്ഞാൽ ദിലീപ് ഈ കേസിലെ 8ാം പ്രതിയാണ്. അത് കോടതി സമക്ഷമാണ്. വിചാരണ കഴിയട്ടെ, വിധി പ്രസ്താവം വരട്ടെ. അതിനു മുമ്പ് ദിലീപിനെ നിരപരാധി എന്ന് സ്ഥാപിക്കാനുള്ള രാഹുൽ ഈശ്വറിന്റെ ദൗത്യം എന്താണ്? ഒരു ദൗത്യവും. ശരി, അടുത്ത തെളിവ് ഇതും കോടതിക്ക് തരാനാണ്. ദൗത്യം എന്താണ്? പറഞ്ഞോട്ടെ, എന്റെ ഉത്തരവാണ്. ദൗത്യം ഇതേപോലെ വ്യാജ കേസുകൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ്, നിങ്ങൾ സിനിമാ തിരക്കഥയാണ് കോടതിയിൽ വന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വരിയുണ്ട്. കോടതി പറഞ്ഞ എക്സാക്ട് വരിയാണ്. റേപ്പിനോളം സീരിയസ് ആണ് വ്യാജ റേപ്പ് പരാതി. റേപ്പിനോളം സീരിയസ് ആണ്. ഇത് തന്നെ പൃഥ്വിരാജും പറഞ്ഞു. അഥവാ വ്യാജ പരാതി ആണെങ്കിൽ കേസിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞോ? കുറ്റമുക്തനാക്കി. അല്ല, കേസിന് പ്രൊസീജിയർ നടക്കുമല്ലോ. പക്ഷേ കോടതി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അങ്ങേക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തിയ പിന്നെ രാഹുൽ ഈശ്വറെ, അതായത് ഇവരൊക്കെ കേസിലെ പ്രതികളാണ്. കോടതി സമക്ഷമുള്ള കേസാണ്. അതിൽ വിചാരണ പൂർത്തിയായി വിധി പ്രസ്താവം വരുമ്പോൾ മാത്രമാണ് അവർ കുറ്റമുക്തരാവുന്നത്. അതുവരെ ആരോപിതരാണ്, വേട്ടക്കാരുമല്ല. അല്ല, വേട്ടക്കാരല്ല. ദിലീപ് 8ാം പ്രതിയാണ്. ദിലീപ് പുരോഗതിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് വേട്ടക്കാരെ കുറിച്ചാണ്. ഹേമ വാക്ക് ഉപയോഗിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീകളെ ഓടിച്ചിട്ട് പിടിക്കുന്ന പെർവേർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അവരെ വേട്ടക്കാരനെ പറയാൻ പറ്റും. അങ്ങനെ പെർവേർട്ടുകൾ ഉണ്ടെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് നമുക്ക് നിയമം വേണം, കോൺക്ലേവ് വേണം, പുതിയ നിലപാട് വേണം, നയം വേണം. അങ്ങനെ കൺസ്ട്രക്റ്റീവ് അല്ലാതെ ചെയ്യാത്ത ആരോപിതരല്ലേ. നേരത്തെ വേട്ടക്കാരല്ല, ആരോപിതരും പുരോഗതി ഉണ്ടല്ലോ. അവരിപ്പോ വേട്ടക്കാരാണ്, ആരോപിതരാണ്. കോടതി പറയട്ടെ. പിന്നെ പറയാം സാർ, ആരോപിതരിൽ നിന്ന് വേട്ടക്കാരാണ് ഈ കോടതി പറയണ്ടേ? സ്ത്രീകളെ ഓടിച്ചിട്ട് വേട്ടയാടുന്നവർ വേട്ടക്കാരാണോ രാഹുൽ, അതോ ആരോപിതരാണോ? സ്ത്രീകളെ ഓടിച്ചിട്ട് പീഡിപ്പിക്കുന്നു എന്ന് കോടതി പറയുന്നവർ വേട്ടക്കാരാണ്. അതുവരെ അവർ ആരോപിതരാണ്. അങ്ങനെ